സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസമാണിന്ന്. കോഴിക്കോടും കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. 57 മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി. ആദ്യ ദിനം പല മത്സരങ്ങളും വൈകിയാണ് ആരംഭിച്ചത്. ടാഗോറിൽ രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് ഇന്നത്തെ മുഖ്യ ആകർഷണം. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുകയാണ് തത്സമയം. ഷംന, ഗുഡ് മോർണിംഗ്. ഷംന ഇപ്പോൾ എവിടെയാണുള്ളത്? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നാടകം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരുവനന്തപുരത്തുകാരെല്ലാവരും നാടകം കാണാൻ എത്തുമെന്നും വേദികൾ സജീവമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അശ്വതി, ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്, നിളയിലാണ്. ഇവിടെ ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പനയാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത്. ഇന്നലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒപ്പന ഉണ്ടായിരുന്നു. ഏറെ വൈകിയാണ് തുടങ്ങിയത്. പക്ഷെ അതിന്റെ ക്ഷീണമൊക്കെ മറന്ന് ഇന്നിപ്പോ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പന, അതുപോലെ നാടകം, ഇതൊക്കെയാണ് ഇന്നത്തെ രണ്ടാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഇതാ ഈ ഒപ്പന ടീമുകളുണ്ട്. എല്ലാവരും ഈ മേക്കപ്പിന്റെ ഒരുക്കത്തിലൊക്കെയാണ്. രാവിലെ 9:30 ഈ പ്രധാന വേദിയിൽ ഇന്ന് മത്സരങ്ങൾ തുടങ്ങുകയാണ്. അപ്പോ എവിടുന്നാ നിങ്ങൾ? ഏത് സ്കൂളാ? സ്വാമി വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, ആലപ്പുഴ ജില്ല അല്ലേ? നമുക്കൊരു ഒപ്പന പാട്ടുന്ന് തുടങ്ങാം അശ്വതി. അതായിരിക്കും ഈ കലോത്സവത്തിൽ അതിന്റെ വൈബ് അതായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ഒപ്പന പാട്ട് പാടി തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങിക്കോ. റോജ ഇണയാകിയവാകാൻ രാജ നബി യൂസഫ് ചേരാ, പന്തലിലേറാൻ കാശി പരിശായതിലേറാ, ചിന്താര പൊന്തരുളായി ചന്തമിൽ വന്തരിതാ, മന്ദിരത്തട്ടുകളാൽ പൊന്തിടും നോട്ടമിനാ, കാന്തി വിടത്തും സുന്ദരി മന്ദാരത്തികവാ, പുതു സന്തോഷം നിറവാ, ആ നിറവായി അനുരാഗിയതാവാൻ നീളും അനുഭൂതിയിലാവാൻ, പ്രണയാകുരയാവാൻ വാനും പുകളായതിലേശ, ചിന്തയിടും ചിന്തുകളാലെ ചന്ദ്ര ശോഭയിതാ, ഇമ്പമിൻ ശീലുകളാൽ മുമ്പിടും ആശകളാ, വിളങ്ങും തെങ്കനി സിംഗാരക്കുഴലാ, നവബന്ധാരത്തികവാ, ആ തികവായി മണിമുത്തുകൾ മാല താശി അതിൽ മിന്നിടും ചേല, ചിത്തിരഹാല കാതിൽ ചിത്തായതുലോല, എമ്പാടും സ്വർണ്ണമിനാലെ വർണ്ണ പൊലിമയില, മുഞ്ചുകളാലെ ബദറിന്നൂറിതിരാ, പട്ടുള്ളി ബാസുകളാൽ മട്ടമിൽ ചിട്ടകളാ, ഭക്തിനിയായി മുത്തി വെളത്തിടുമരുവീതാ, എത്തിടുമരുവീതാ. അതാണ് ആ കൊട്ടിപ്പാട്ടിലും ആ താളത്തിലുള്ള പാട്ടും. അത് തന്നെയാണ് ഒപ്പനയുടെ രസമല്ലേ? എത്ര ദിവസമായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? ജൂലൈ ഫസ്റ്റ് വീക്ക് തുടങ്ങിയത്. ജില്ലയിലൊക്കെ ഇത് തന്നെയാണോ കളിച്ചതോ? ഇത് തന്നെയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? എന്താണ് പ്രതീക്ഷ? കപ്പടിക്കുവോ? നല്ല പ്രതീക്ഷയുണ്ട്. എത്രാമത്തെ മത്സരം? മേക്കപ്പ് ഒക്കെ തുടങ്ങിയുള്ളൂ അല്ലേ? എന്താണ് വൈബ്? എന്താണ് അംബാനി വൈബ്? അത്രേ ഉള്ളൂ അശ്വതി. ഇവിടെ ഫുൾ ഓണാണ്. ഇന്നലെ നമ്മൾ വന്നപ്പോ തന്നെ ഇത് മത്സരങ്ങൾ തുടങ്ങുന്നതിന്റെ മുമ്പേ നമ്മള് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഈ സ്റ്റേജിന്റെ ഒരുക്കങ്ങളും അത് കാണാനുള്ള ഒരു വൈബൊക്കെ. പ്രത്യേകിച്ച് ഇന്നലെയോടുകൂടി മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ കലോത്സവ വേദികൾ കുറച്ചുകൂടി കളറായി. ഇപ്പൊ മൊത്തം ഈ 9:30 മത്സരങ്ങൾ തുടങ്ങും. അത് ഇന്നലെയൊക്കെ ഭരതനാട്യമൊക്കെ കഴിയാൻ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്നലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒപ്പനയും അതുപോലെ ഒരുപാട് 3 മണിക്ക് തുടങ്ങേണ്ട ഒപ്പന 6 മണിയോടുകൂടിയാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതൊന്നും ഉണ്ടാവില്ല. കൃത്യസമയത്ത് മത്സരങ്ങൾ തുടങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോ ഉള്ളത് പ്രധാന വേദിയുടെ സ്റ്റേജിനടുത്താണ്. ഒപ്പം ഗ്രീൻ റൂം ഉണ്ട്. അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ്. അവിടെ ബാക്കിയില്ല ഇതുപോലെ ഇവരുടെ മണവാട്ടിയും ബാക്കിയുള്ള ടീംസൊക്കെ തകൃതിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലോത്സവത്തിന്റെ ഓരോ മിനിറ്റിലും ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവേശം കൂടുന്നത് അങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ മൊത്തം ഉള്ളത്. പല ജില്ലകളിൽ നിന്ന്. ഒപ്പം എടുത്തു പറയാനുള്ളത് കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകൾ, ഈ വടക്കൻ കേരളത്തിലെ ജില്ലകൾ ഒപ്പത്തിനൊപ്പമാണ്. ഓരോ പോയിന്റ് വ്യത്യാസത്തിനാണ്. 215 പോയിന്റുകളുമായിട്ട് കണ്ണൂര്, ബാക്കി 13 പോയിന്റ് ആയിട്ട് പാലക്കാടും തൃശ്ശൂരൊക്കെ കോഴിക്കോടൊക്കെ ബാക്കിലുണ്ട്. അപ്പോ ഓരോ മിനിറ്റും ഓരോ മത്സരവും ഭയങ്കര ആവേശത്തിലാണ്. ഒപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇത് നമുക്ക് ഓരോ സെക്കൻഡും ടെൻഷനാണ്. അത് ആ
അടുത്ത പോയിന്റ് എവിടെ കൂടുന്നു, ആർക്ക് കൂടുന്നു, ആ ഒരു മൊമെന്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഒപ്പം തന്നെ ഇന്നത്തെ രണ്ടാം ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒപ്പനയും നാടകവും. ടാഗോർ തിയേറ്ററിലാണ് നാടകം. രാവിലെ 9:00 കൂടി തന്നെ നാടകം തുടങ്ങും. ഒപ്പം ചാക്യാർകൂത്ത്, അത്തരം മത്സരങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. ഇപ്പോ നമ്മളുള്ളത് പ്രധാന വേദിയിലാണ്. അതിനുശേഷം ഇവിടെ ഇന്നലെ തന്നെ വലിയ രീതിയിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു സ്റ്റേജിന്റെ ഒരു സംഘാടനം, അതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻ, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് ഈ ചെയറൊക്കെ ഇപ്പോ ഒരു 10 മിനിറ്റിനുള്ളിൽ നിറയാൻ പോകുന്ന കസേരകളാണ് ഇതൊക്കെ. അത്രയും ഒരു തിരക്ക്, വൈബ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും അതൊന്നും ഒരു ക്ഷീണോ ഒന്നിനെയും ബാധിക്കാതെ, അത്രയും ചൂടാണ്, പക്ഷെ അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല. കലോത്സവം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വൈബാണ്, ഫുൾ കളറാണ്. ഒപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, അതാണ് എടുത്തു പറയാനുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര തിരക്കാവും. നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രധാന വേദിയിൽ. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ മത്സരങ്ങൾ, ഇന്നലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുൾ നൃത്തം, അതിന്റെ ഒരു കളർഫുൾ മോഹിനിയാട്ടം, ഭരതനാട്യം, അതൊക്കെ ഏറ്റവും ഭംഗിയായി ആദ്യ ദിവസം തന്നെ സംഘനൃത്തം, അതൊക്കെ ആ ഡാൻസിന്റെ എല്ലാ ഭംഗിയും അത് ഇന്നലെയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പോ ഈ സ്റ്റേജിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അത്രക്ക് വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആ തിരക്ക് കൂടിയുള്ളൂ. ഒപ്പം തന്നെ നല്ല നല്ല മത്സരങ്ങൾ, അതായത് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന, അവർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. അപ്പോൾ അതിന്റെ ഒരു തിരക്ക്, അതിന്റെ ഒരു ആവേശം, അതിലോട്ടൊക്കെ അല്പസമയത്തിനകം തന്നെ ഈ എല്ലാ വേദികളും 25ഓളം വേദികൾ കടക്കുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പഴയിടത്തിന്റെ രുചിക്കൂട്ട്, അതെല്ലാം ഓരോ മൊമെന്റും നമുക്ക് സ്പെഷ്യലാക്കുന്നതാണ്, ഈ കലോത്സവത്തിന് സ്പെഷ്യലാക്കുന്നതാണ്. അതൊക്കെയാണ് കലോത്സവ വേദിയിലെ രണ്ടാം ദിവസ കാഴ്ചകൾ. അശ്വതി. ശരി ഷംന, ഞാൻ ഷംനയിലേക്ക് വരാം. ഇന്നലത്തെ ഒപ്പനയുടെ കാഴ്ചകളിലേക്ക്